ഹലോ! ദേ ആ മരത്തിലേക്ക് നോക്കിയേ. എന്തോരം വവ്വാലാണല്ലേ. ഞാൻ ആദ്യമായിട്ടാണ് പകലിങ്ങനെ ഇത്രയും വവ്വാൽ ഒരു മരത്തിലിങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് കാണുന്നത്. നമ്മളിപ്പോൾ പെരുമ്പാവൂരിൽ നിന്ന് തൃശ്ശൂർ വഴി പാലക്കാട്, ഷൊർണൂർ വരെ പോവാണ്. പോണ വഴിക്കാണ് ഞാൻ ഈ കുട്ടികളെ കാണുന്നത്. ഈ കുട്ടികൾ എന്താണെന്നറിയില്ല. എന്നെ ഇങ്ങനെ ടാറ്റ കാണിച്ചു. അപ്പോൾ ഞാനും കൈപൊക്കി കാണിച്ചു. പാലക്കാട് ഏരിയയിലേക്ക് വർക്കിന് വന്നാൽ കാണുന്നതാണ് കേട്ടോ അത്രയ്ക്ക് ഭംഗിയുള്ള പ്രകൃതിരമണീയമായ ഒരുപാട് സ്ഥലങ്ങൾ. ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നിർത്തിയിട്ട് ഫോട്ടോസൊക്കെ എടുക്കും കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബ്രൈഡ് ഡാൻഫിയ. ആക്ച്വലി നമ്മൾ പോയത് തലേന്നാണ്. ഇത് പിറ്റേന്നത്തെ വെഡ്ഡിങ് മേക്കപ്പാണ് കേട്ടോ. ഏകദേശം നമ്മുടെ ലൊക്കേഷനിൽ നിന്ന് 4 മണിക്കൂറോളം ട്രാവൽ ഉണ്ടായിരുന്നു ഡാൻഫിയയുടെ വീട്ടിലേക്ക്. എങ്കിലും നമ്മൾ പോയി അവിടെ എത്തി മേക്കപ്പൊക്കെ ചെയ്തു. ഡാൻഫിയയുടെ ഫാമിലി നമ്മൾ ഒരുപാട് സ്നേഹത്തോടു കൂടിയാണ് വെൽക്കം ചെയ്തിരുന്നത് കേട്ടോ. ഞാൻ അവിടെ ചെന്നപ്പോൾ തൊട്ട് എൻ്റെ അടുത്ത് സംസാരിക്കാനും വിശേഷങ്ങളൊക്കെ അന്വേഷിക്കാനും ഒരുപാട് പേര് വന്നിരുന്നു കേട്ടോ. ഞാൻ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് ഡാൻഫിയുടെ ഉമ്മ പറിച്ചു തന്നതാണ് കേട്ടോ ഈ മാങ്ങ. ഡാൻഫി നമ്മളെ വെഡ്ഡിങ്ങിന് ഇൻവൈറ്റ് ചെയ്തിരുന്നു. പക്ഷേ 4 മണിക്കൂറോളം നമുക്ക് തിരിച്ച് ട്രാവൽ ഉള്ളത് കൊണ്ട് നമ്മൾ കല്യാണം കൂടാൻ വേണ്ടി നിന്നില്ല. തിരിച്ച് നമ്മൾ പോയി ഏകദേശം 1 മണിക്കൂർ ട്രാവലിങ് കഴിഞ്ഞപ്പോഴാണ് വലിയൊരബദ്ധം നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ബ്രൈഡിൻ്റെ ഭാഗത്തു നിന്ന് എനിക്കൊരു കോള് കിട്ടി. അപ്പോഴാണ് പറയുന്നത് ഗ്രൂമിൻ്റെ സൈഡിൽ നിന്ന് അവരുടെ വീട്ടുകാർ അവിടെ ഒരു ആർട്ടിസ്റ്റിനെ അറേഞ്ച് ചെയ്യേണ്ടതായിരുന്നു. കാരണം അവിടെ ഒരു ലുക്ക് ചേഞ്ച് ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ അറേഞ്ച് ചെയ്തിട്ടില്ല. താത്താക്ക് വരാൻ പറ്റുമെന്ന് ചോദിച്ചു. പക്ഷെ ഇത്രയും അധികം ട്രാവൽ ചെയ്തത് കാരണം നമുക്ക് തിരിച്ചു പോയി ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഓൾറെഡി ചെയ്ത മേക്കപ്പ് അവിടെ തന്നെ നിർത്തിക്കൊണ്ട് അവരെ ഗ്രൂമ് കൊണ്ടുവന്ന ഡ്രസ്സും ഓർണമെൻറ്റ്സും മാത്രം ചേഞ്ച് ചെയ്യാണ് ചെയ്തത് കേട്ടോ. അപ്പം ഇതായിരുന്നു കേട്ടോ അവർ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുള്ള ആ ഒരു സെക്കൻഡ് ലുക്ക്. അപ്പം ഇത് കഴിഞ്ഞിട്ട് ഡാൻഫി നമുക്ക് തന്ന റിവ്യൂ നമുക്ക് കേൾക്കാം കേട്ടോ. ഇവിടുത്തെ ആ ഒരു മേക്കപ്പ് തന്നെ ചെയ്തിട്ടുള്ളൂ. ചിക്കൻ്റെ കൂടെ ആൾക്കാർ മറ്റേ വേറെ എക്സ്ട്രാ ഒരു ടച്ചപ്പ് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തില്ല. ലിപ്സ്റ്റിക് പോലും ടച്ചപ്പ് ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ ചെക്കനോട് പരിപാടി കഴിഞ്ഞ് ഒരു 6 മണി കഴിഞ്ഞാൽ ഔട്ട്ഡോർ എടുക്കാൻ പോയപ്പോൾ, അതായത് ചെക്കനോട് ഡ്രസ്സിന് ഔട്ട്ഡോർ എടുക്കാൻ പോയി ഞങ്ങൾ. അപ്പോഴും ഒരു ടച്ചപ്പ് ചെയ്യാതെ പോയത്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഞങ്ങൾ ചെക്കനോട് കയറി അവിടെ കുറച്ച് ഇരുന്ന് പിന്നെ ഒരു 9 മണി 9:30 ആയിട്ടാണ് ഞങ്ങൾ എൻ്റെ വീട്ടിൽ പോകുന്നത്. എൻ്റെ വീട്ടിൽ പോകുമ്പോൾ ഞാൻ അതേ ലുക്കിൽ തന്നെയാണ് പോയത്. അതായത് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് മേക്കപ്പ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ഫോട്ടോ ഞാൻ അയച്ചു തരാം, രാത്രിക്കത്തെ ഫോട്ടോ. അതിലും നല്ല ലാസ്റ്റിംഗ് ഉണ്ടായിരുന്നു. എല്ലാവരും അതിന് പറഞ്ഞത് നല്ല രസമായിരുന്നു മേക്കപ്പ്.